കംപ്ലൈന്റ് ആണ് മാം. ഞാൻ വേറെ ഫോൺ മാം. ആരും ഇടയ്ക്ക് വെച്ച് അൺമ്യൂട്ട് ആക്കല്ലേ. ഓക്കെ. എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മേഡം, ഉണ്ട്. ഓക്കെ. സോ വെൽക്കം ഓൾ. ഹൗ ആർ യു? എല്ലാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാരും ഹാപ്പി ആണോ? യെസ് മാം. ഓക്കെ, ഹാപ്പി ആണല്ലേ എല്ലാരും? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പലപ്പോഴും നമ്മളുടെ ഹാപ്പിനെസ്സിന് ഒരു ഹിൻഡ്രൻസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് വരുന്ന കാര്യം എന്താ? എക്സ്പെക്ടേഷൻ. എക്സ്പെക്ടേഷൻ. പിന്നെ എന്തിന്റെയൊക്കെ എക്സ്പെക്ടേഷൻ? നമുക്ക് എന്തിന്? ഭാവിയെ കുറിച്ചിട്ടുള്ള വറീസ്, പിന്നെ കഴിഞ്ഞ കാലത്തെ കുറിച്ചിട്ടുള്ള നമ്മൾ ഒരുപാട് തോട്ട്സ്, ഇതൊക്കെ നമ്മളെ ഹാപ്പി ആക്കാൻ സമ്മതിക്കാറില്ല. എക്സാക്ട്ലി. അപ്പം ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പം നമ്മുടെ കുട്ടികളുടെ പഠനമാകാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, കുടുംബത്തിലെ പ്രശ്നമാകാം, പല പല പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാവും അല്ലേ? അപ്പം ഇതൊക്കെ പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ഹീൽ ചെയ്യാൻ നടക്കണം. പിന്നെ അതിന് കൗൺസിലേഴ്സിനെ കാണണം. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഓവർ തിങ്കിങ്, അതിന് വേണ്ടിയിട്ട് കുറെ പിന്നെ പൈസ ചെലവാക്കണം. നമ്മളുടെ ഒരു ഹാപ്പി ലൈഫ്, പലപ്പോഴും നമ്മളെ ഹാപ്പിനെസ് ഇങ്ങനെ, നമ്മൾക്ക് കാർ കിട്ടുമ്പോൾ ഞാൻ ഹാപ്പി ആവും, വലിയൊരു വീടാകുമ്പോൾ ഞാൻ ഹാപ്പി ആവും, മക്കൾ വളർന്ന് പഠിച്ച് നല്ലൊരു ജോലി കിട്ടുമ്പോൾ ഞാൻ ഹാപ്പി ആവും. ഇങ്ങനെ ഹാപ്പിനെസ്സിന് നമ്മൾ കുറെ കണ്ടീഷനുകളും വെക്കും അല്ലേ? അപ്പോ ഇതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ ആയിക്കൊണ്ട് ഉള്ളൊരു സാധനമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ്? ആദ്യം എന്നെ കുറിച്ച് അറിയായിരിക്കുമല്ലോ. എൻ്റെ പേര് ഹമീദ ബിന്ദു വഹാബ്, മൈൻഡ്ഫുൾനെസ് ട്രെയിനർ ആണ്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഈ പറയുന്ന ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു സൊല്യൂഷൻ, ഒരു സിമ്പിൾ സൊല്യൂഷൻ ഉണ്ട്. അതെന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെ, ലിവ് നമുക്കത് ഇൻ ദ പ്രസന്റ്, അതാണോ? ലിവിങ് ഇൻ ദ പ്രസന്റ്. എക്സാക്ട്ലി. ഓക്കെ, അതിന് മുന്നേ നമുക്കൊരു കാര്യം പറയാം. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നിങ്ങൾ പറയുന്നു പിന്നെ ഭാവിയെക്കുറിച്ച്, അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് എല്ലാം ഒരുപാട് വെറീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് എന്ത് സാധനമാണ്? തോട്ട്സ് ആണല്ലേ, അതായത് നമ്മളുടെ ചിന്തകളാണ് അല്ലേ? ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളല്ലേ? ആണോ? യെസ്, എക്സാക്ട്ലി. നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നത്. ആങ്സൈറ്റി ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും എല്ലാം നമ്മുടെ ചിന്തകളാണ് നമ്മളവിടെ കൊണ്ടെത്തിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു 1 മിനിറ്റ് നമ്മുടെ ചിന്തകളെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. നിങ്ങളൊന്ന് പതിയെ കണ്ണടച്ചിരിക്കുക. ഞാൻ സ്റ്റാർട്ട് പറയുമ്പം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ടൈമർ ഇവിടെ ഓടിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് 1 മിനിറ്റ് നമ്മളെ ജസ്റ്റ് നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട്.
ഓക്കെ, സ്റ്റോപ്പ്. എത്ര ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു നോക്കട്ടെ. എത്രത്തോളം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു? ആർക്കും ഒരു ചിന്തയും വന്നില്ലേ? 4-5 ചിന്തകൾ വന്നു മാം. ആ, 3. പിന്നെ ഡിസ്ട്രിക്ട് കലോത്സവം നടക്കുന്നു, അതിനെ കുറിച്ച് ചിന്തിച്ച്. നാളെ മോർണിംഗ് എന്ത് ഫുഡ് ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച്. ഓക്കെ. പിന്നെ 4, 5, 3 ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ ഒബ്സർവ് ചെയ്തപ്പം നമുക്ക് വന്ന ചിന്തകൾ. ഇനി ഞാൻ പറയട്ടെ, പൊതുവെ നമ്മൾക്ക് 45ഓളം ചിന്തകൾ നമ്മളെ മനസ്സിലൂടെ പോകാറുണ്ട്. ഒരു ആവറേജ് ആയിട്ട് പറയുകയാണെങ്കിൽ 6.5 തോട്ട്സ് പെർ മിനിറ്റ് എന്നാണ് പറയാറ്. ഓക്കെ, ഒരു മിനിറ്റിൽ. പക്ഷെ അങ്ങനെ പറയുമെങ്കിലും നിങ്ങളിപ്പം ഒബ്സർവ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എത്ര ചിന്തകൾ കിട്ടി? 4, 5 ചിന്തകൾ കിട്ടി. ഇനിയിപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നില്ല എന്ന് വെച്ചോ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രത്തോളം ചിന്തകൾ വരുമെന്നറിയോ? ഞാന് രസകരമായ സംഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ ചിന്തകളെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം ആദ്യം ഇങ്ങനെ സെക്കൻഡുകൾ വെച്ചിട്ട് ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇനിയിപ്പോ ഇത് എഴുതണം, അതൊരു ചിന്തയാണല്ലോ. ഇത് എഴുതണം, ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പേന എടുക്കണം. അതായത് നമ്മളെ ഓരോ ചിന്തകളും ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ പോലും ചിന്തിക്കൂല ഇത്രത്തോളം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും എനിക്ക് തോന്നി ഇതെങ്ങനെ എഴുതി തീർക്കാനാണത്. കാര്യം നമ്മൾ ഒരു മിനിറ്റിൽ അപ്പൊ എത്രത്തോളം 60 ആണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത്, അല്ലെ? 60 സെക്കൻഡ്. ഏകദേശം 45 to 50ഓളം ചിന്തകൾ ഈ ഒരു 60 സെക്കൻഡ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് വെറും 4, 5, 6 ചിന്തകളെ കിട്ടുള്ളൂ. അതേസമയം നമ്മൾ ഒബ്സർവ് ചെയ്യാതെ ചുമ്മാ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു ദിവസം ഏകദേശം 60,000 ചിന്തകൾ, അല്ലേ? അതിനകത്ത് 90% ഓഫ് നെഗറ്റീവ് ആയിരിക്കും. അതാണ് അതിന്റെ രസം. അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചിന്തകളായിരിക്കും. ഓക്കെ, വളരെ പവർഫുൾ ആയിട്ടൊരു കാര്യമായിട്ട് തോന്നിയോ അത്? ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, എന്നിരുന്നാലും അതൊരു ഭയങ്കര ഒരു ഇൻസൈറ്റ് ആണല്ലേ ഇത്. ഇത്രയും ചിന്തകൾ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, സോ ഇതിനൊക്കെ പരിഹാരമായിട്ട് എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിമ്പിൾ സൊല്യൂഷൻ. നമ്മളിപ്പോ ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട്, ഒരുപാട് എനർജി നമ്മളുടെ ഹാപ്പിയർ ആയിട്ടുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്നുണ്ടല്ലേ? അപ്പം അതെല്ലാം നമുക്ക് ഒരൊറ്റ കാര്യത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എന്താണ്? നേരത്തെ ആരോ പറഞ്ഞു, ലിവിങ് ഇൻ ദ പ്രസന്റ്, അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് നമ്മളുടെ ഈ ചിന്തകളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. നിയന്ത്രിക്കാനല്ല, മാനേജ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ്? എന്താണ് മൈൻഡ്ഫുൾനെസ്? എന്തിനാണ് മൈൻഡ്ഫുൾനെസ്? പിന്നെ മൈൻഡ്ഫുൾനെസ് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എന്താണ് മൈൻഡ്ഫുൾനെസ്? എന്താണ് മൈൻഡ്ഫുൾനെസ്? മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിത ശൈലിയാണ്, അല്ലേ? അതായത് നമ്മളെല്ലാം ജീവിക്കേണ്ട ഒരു രീതിയാണ്. നമ്മൾ ആ രീതിയിൽ വേണം ജീവിക്കാൻ. ചുറ്റുമുള്ള ഓരോ കാര്യത്തിനെ കുറിച്ചും അവെയർ ആയിക്കൊണ്ട് നമ്മൾ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ആ സംസാരിക്കുമ്പോൾ ഞാൻ ആ സംസാരിക്കുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ട്, നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ പോവാം. അതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ആക്ച്വലി പലപ്പോഴും തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ മൈൻഡ്ഫുൾനെസ് പറയുന്നത് എന്തോ ഒരു വലിയൊരു സാധനമാണ്, മെഡിറ്റേഷൻ പോലെയാണ്, അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കണം എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, സോ അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്താണ്? നമ്മൾ ഈ ഒരു മൊമെന്റിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മൈൻഡ്ഫുൾനെസ്സിന് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ടാകും.
എന്തൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് നോൺ ജഡ്ജിങ്. എന്താണ് ഈ നോൺ ജഡ്ജിങ് എന്ന് പറഞ്ഞാല്? അതായത് നമുക്ക് ഒരുപാട് ചിന്തകൾ വന്നാലും തോട്ട്സ് വന്നാലും ഇമോഷൻസ് വന്നാലും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക മാത്രം ചെയ്യുക. അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ബോധ ആവേണ്ട കാര്യമില്ല. അത് ജസ്റ്റ് വരിക പോവുക, ഇറ്റ്സ് ഓക്കെ, ആ ഈ ചിന്തകൾ എനിക്ക് ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ നമ്മൾ അതിനെ മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പേഷ്യൻസ്. നമ്മൾ എന്താ ഇതുപോലെ ജഡ്ജിങ് ഇല്ലാതെ നമ്മൾ വളരെയധികം ക്ഷമയോടുകൂടി നമ്മൾ ഇതിനെ നോക്കുക എന്ന്, അതായത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണോ നടക്കുന്നത് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ എന്ന് പറയുന്നത് ബിഗിനേഴ്സ് മൈൻഡ്. അപ്പം നമ്മൾ ഒരു കൊച്ചു കുട്ടിയുടെ മുന്നിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവച്ചാൽ, എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവച്ചാൽ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലേ? ഇതെന്താണ് സാധനം? അവരിങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി ആദ്യമായിട്ട് നിങ്ങളത് കേൾക്കുന്നത് പോലെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അതിനെ കുറിച്ച് ആദ്യമായിട്ടാണ് ആ കേൾക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്നത്. ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? സമീപിക്കുക കാര്യങ്ങൾ. ദെൻ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ തന്നെ എക്സ്പീരിയൻസിനെ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നോൺ സ്ട്രൈവിങ്. പ്രത്യേകിച്ച് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുമെന്ന്. അതായത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ എന്തൊക്കെയോ സംഭവം എനിക്ക് കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഈ മൊമെന്റിൽ പ്രസന്റ് ആയിരിക്കുക. എന്താണോ നമ്മുടെ ചുറ്റും നടക്കുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതാണ് നോൺ സ്ട്രൈവിങ് എന്ന് പറയുന്നത്. ദെൻ വരുന്നതാണ് അക്സെപ്റ്റൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എന്താണോ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് അവെയറായി അതിനെ നമ്മൾ നോൺ ജഡ്ജ് ചെയ്യാതെ അതിനെ അക്നോളജ് ചെയ്യുക. നമ്മൾ അതിനെ ഒന്ന് ഇങ്ങനൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, ഇങ്ങനത്തെ തോട്ട്സ് എനിക്ക് വരുന്നുണ്ട്, ഇങ്ങനത്തെ ഇമോഷൻസ് എനിക്ക് വരുന്നുണ്ട്, ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് വരുന്നത്, ഇറ്റ്സ് ഓക്കെ, ഐ അക്സെപ്റ്റ് ദാറ്റ്. അതാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ലെറ്റിംഗ് ഗോ. എന്താണോ വന്നത് അതിനെ പറഞ്ഞു വിടുക. ഓക്കെ, നമ്മളിൽ നിന്ന് ആ ഒരു ഇതിനെ പറഞ്ഞുവിടുക. ആ എക്സ്പെക്ടേഷനെ മാറ്റി, ആ ജഡ്ജ്മെന്റിനെ മാറ്റി, എല്ലാം നമ്മളുടെ മനസ്സിൽ നിന്ന് പറഞ്ഞുവിടുക. നമ്മൾ പലപ്പോഴും ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറയാവുന്ന കാര്യമാണ് ലെറ്റ് ഗോ ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, ദെൻ വരുന്നത് ഇതിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സ്കില്ലിനെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? എന്താണ് മൈൻഡ്ഫുൾനെസ് പറഞ്ഞു, അതിന്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു, ദെൻ സ്കിൽസ്. ഈ സ്കിൽസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്ക് ഈ ഒരു സ്കില്ല് വേണം. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു സ്കില്ല് കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? അതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് വൺ എന്താണ്? ഫോക്കസ്ഡ് അറ്റൻഷൻ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലോട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ വേണം. അതാണ് ഫോക്കസ്ഡ് അറ്റൻഷൻ. ഇത് നമ്മൾക്ക് മൈൻഡ്ഫുൾനെസ് ചെയ്യുമ്പം ഉണ്ടാവുകയും വേണം, എങ്കിലും മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ്. ഓക്കെ, സെക്കൻഡ് വൺ ഓപ്പൺ അവയർനെസ്. നമ്മൾ അവെയർ ആയിരിക്കണം ചുറ്റുപാടിനെ കുറിച്ച്, നമ്മുടെ ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കുക. എന്താണ് എൻ്റെ മനസ്സിൽ നടക്കുന്നതിനെ കുറിച്ച് അവെയർ ആയിരിക്കുക. എൻ്റെ തിങ്കിങ് എന്താണ്, ഇമോഷൻസ് എന്താണ്, അതിനെക്കുറിച്ചെല്ലാം അവെയർ ആയിരിക്കുക. ദെൻ അക്സെപ്റ്റൻസ്. അങ്ങനെ 3 A ആണ് ഇവിടെ പറയുന്നത്. അറ്റൻഷൻ, അവെയർനെസ് ആൻഡ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഈ സിറ്റുവേഷൻസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക. ദെൻ എന്തിനാണ് ഇനി ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, ഇത്രയും പ്രിൻസിപ്പിൾസ് പറഞ്ഞു, സ്കിൽസ് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു അല്ലേ? അപ്പം നമ്മൾ ഇതുകൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഈ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്ന് പറഞ്ഞേ. ആർക്കും ഒന്നും തോന്നുന്നില്ല അല്ലേ? നമുക്ക് ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യാൻ മൈൻഡ്ഫുൾനെസ് ഭയങ്കര നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് ഭയങ്കര സ്കാറ്റേർഡ് ആയിരിക്കും. അതെ 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 അതെ. ഓക്കെ, സോ അപ്പം ഇതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുക?
കാര്യം നമ്മൾ ഈ മൊമെന്റിൽ ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇനിയിപ്പം ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം സ്ട്രെസ് ഉള്ള കാര്യമാണെങ്കിലോ അതെന്ത് ചെയ്യും? നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇതിങ്ങനെയാണ്. ഓക്കെ, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ആണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിപ്രഷനും എല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ, ആ നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായൊരു മെന്റൽ ഹെൽത്തിലുള്ള ആ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. അതിലൂടെ തന്നെ നമുക്ക് നമ്മളുടെ വെൽബീയിങ്, നമ്മളുടെ ഒരു ജീവിത രീതി, നമ്മളുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾക്ക് സെൽഫ് അവയർനെസ്, അതായത് നമ്മളെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? തോട്ട്സിനെ, ഇമോഷൻസിനെ എല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചൊരു ഐഡിയ കിട്ടും. നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മൾ ഏത് രീതിയിലാണ് ട്രിഗർ ആവുന്നത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ഇത് സ്വാഭാവികമായും ഇതെല്ലാം ശരിയായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മളുടെ റിലേഷൻഷിപ്പിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അല്ലെ? അവർ കമ്പാഷനേറ്റ് ആയിട്ട് എംപതിയോടുകൂടി ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ നമുക്ക് ഓരോ റിലേഷൻഷിപ്പിനെയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെ? ദെൻ വരുന്നതാണ് എൻഹാൻസ് കോഗ്നിറ്റീവ് ഫങ്ഷൻ. എന്ന് വെച്ചാൽ നമ്മളുടെ അറ്റൻഷൻ കൂടും, പിന്നെ ഡിസിഷൻ മേക്കിംഗ്, മെമ്മറി, കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഇതെല്ലാം എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള സാധനമാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പലരും അതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലെ? നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. നമുക്കിപ്പോ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ ആ ഹാപ്പി ആയിട്ടുള്ള മൈൻഡിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കാൻ പറ്റൂലേ? അതായത് നമ്മളുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഈ ഒരു മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മളുടെ മൈൻഡിനെ ഹാപ്പി ആക്കി കഴിഞ്ഞാൽ നമുക്കതിനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി, അതിലൂടെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഇതൊരു പലപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പലർക്കും മടിയാണ്. അതെന്തുകൊണ്ടാണ്? എന്ത് ചലഞ്ചസ് കൊണ്ടായിരിക്കും അവർ പ്രാക്ടീസ് ചെയ്യാൻ മടിക്കുന്നത്? പലപ്പോഴും ചിന്തിച്ചു വെച്ചേക്കുന്ന വെച്ചാൽ ഇതിന് ഒരുപാട് സമയം വേണം, ഇത്രയും ചെയ്യാനുള്ള സമയം എനിക്കില്ല, പിന്നെ അതുപോലെ ഇനിയിപ്പോ ചെയ്താൽ തന്നെ എനിക്ക് അതിനകത്തൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ അറ്റൻഷൻ കിട്ടുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്, എനിക്കത് വേണ്ട രീതിയിൽ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ് വരുന്നത്? ജഡ്ജ്മെന്റ്സ് ആണ് വരുന്നത് അല്ലെ? നമുക്ക് നമ്മളെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനിപ്പോ എനിക്ക് പറ്റിയ പരിപാടിയല്ല, നോട്ട് മൈ കപ്പ് ഓഫ് ടീ അല്ലെ? അപ്പം ആ രീതിയിൽ നമ്മൾ പറഞ്ഞ് തള്ളുന്ന ഒരു സാധനമാണ് ഈ മൈൻഡ്ഫുൾനെസ്. ആക്ച്വലി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഈസി ആണോ എന്ന് വെച്ചാൽ ഈസിയാണ്, പക്ഷെ ഡിഫിക്കൽട്ട് ആണ്. അത് നമ്മൾ സാവധാനം ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമ്മൾക്ക് ഉണ്ടാവും. അപ്പം ആ ഒരു ഡിസ്ട്രാക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കൺസെപ്റ്റ് പഠിക്കാം. അതാണ് ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഓട്ടോ പൈലറ്റ് മോഡ്? എന്താണ് ഈ ഓട്ടോ പൈലറ്റ് മോഡ്? ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടുണ്ടാവും മിക്കവാറും എല്ലാവരും അല്ലേ? കേട്ടിട്ടില്ലാരും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പറയാം. അതായത് നമ്മുടെ ഫ്ലൈറ്റില്ലേ, എയ്റോപ്ലെയിനുകളിൽ ഒരു പർട്ടിക്കുലർ സമയം വരെ പൈലറ്റ് ആയിരിക്കും ആ എയ്റോപ്ലെയിനിനെ നിയന്ത്രിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ പൈലറ്റ്, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ പ്ലെയിനിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് എല്ലാം ചെയ്തിട്ട് ഈ പൈലറ്റിന് റെസ്റ്റ് എടുക്കാം. അപ്പം ആ രീതിയിലുള്ള ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഫ്ലൈറ്റിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ പറയുന്ന ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ മനസ്സിൽ അതുപോലൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മളുടെ മനസ്സിലെ നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ ഓട്ടോ പൈലറ്റ് മോഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതായത് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിലേക്കായിരിക്കില്ല ശ്രദ്ധിക്കുക. നമ്മൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും, വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബാക്കി പണികളും ചെയ്യുന്നുണ്ടാവും. സ്ത്രീകളൊക്കെ ഭയങ്കര വില്ലത്തിമാരാണ് അതിനകത്ത്, അല്ലേ? പുരുഷന്മാരെക്കാളും സ്ത്രീകൾ ഈ ഓട്ടോ പൈലറ്റ് മോഡിലൂടെ പോകുന്നത് ഭയങ്കര കൂടുതലാണ് റേറ്റ്. ഓക്കെ. അപ്പം ഈ ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറയുന്നത് പലപ്പോഴും മാനേജ് ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ആണ്. ആ ബ്രെയിൻ സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്നാണ് അതിന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഓട്ടോ പൈലറ്റ് മോഡിലൂടെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ എല്ലാം ആലോചിച്ച് ഞാനിത് ചെയ്യാൻ പോവാണ്, ഞാനിത് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണോ ചെയ്യുന്നത്? അതൊക്കെ അങ്ങ് നടക്കും. പേസ്റ്റിൽ എപ്പോഴോ അല്ല, ബ്രഷിൽ എങ്ങനെയോ പേസ്റ്റ് ഇടും, പേസ്റ്റിൽ വെച്ച് തേച്ചിട്ട് അപ്പോഴൊക്കെ വേറെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും. കുട്ടികൾക്ക് എന്താ കൊടുത്തുവിടുക, ദോശ കുളിച്ചിട്ടുണ്ടാവോ, ഇതായിട്ടുണ്ടാവോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, അല്ലേ? അപ്പോൾ അതൊക്കെ ഒരു ഹാബിച്വൽ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അത് നമ്മൾ ഒട്ടും കോൺഷ്യസ് ആയിരിക്കില്ല അതിനെക്കുറിച്ച്. അതിങ്ങനെ നടന്നു പൊക്കോണ്ടേയിരിക്കും കാര്യങ്ങൾ. അപ്പം ഇതെല്ലാം ഈ പറയുന്ന ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ ബ്രെയിനിന്റെ റീജിയൻ ആണ് അതിനെല്ലാം മാനേജ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ പോകുന്നത് നല്ലതാണോ അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഏ നല്ല കാര്യമല്ലേ? നമ്മളിങ്ങനെ ഓരോ പണികൾ തന്നെ ചെയ്തോളൂല്ലേ? നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതങ്ങനെ നടന്നു പൊക്കോളൂല്ലേ? ചില സമയങ്ങളിൽ അത് നല്ലതാണ്, പക്ഷെ ചില സമയങ്ങളിൽ അത് വളരെ നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ്. ആ ഡിസ്ട്രാക്ഷൻസ് വരുന്ന എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ടാണ് ആ ഡിസ്ട്രാക്ഷൻസ് വരുന്നത്. റിസർച്ചുകൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഏകദേശം മനുഷ്യര് ആ ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മളുടെ ദിവസത്തിലെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തില് 50% സമയവും നമ്മൾ എന്തിലാണ്? ഓട്ടോ പൈലറ്റ് മോഡിലാണെന്നാണ്. അതായത് നമ്മളെ മനസ്സിനെ അങ്ങനെ പറത്തി വിട്ടേക്കുകയാണ്. നമ്മൾ അതിനെ ഒട്ടും കൺട്രോൾ ചെയ്യുന്നതേ ഇല്ല എന്നുള്ളതാണ് റിസർച്ചുകൾ പറയുന്നത്. അപ്പം നമ്മൾ ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ പോകുന്നത് ചില സമയങ്ങളിൽ നല്ലതാണ്, പക്ഷെ ചില സമയങ്ങളിൽ അത് നമ്മളെ വളരെ നെഗറ്റീവായിട്ട് നമ്മളുടെ വർക്ക് പെർഫോമൻസിനെ, നമ്മുടെ എഫിഷ്യൻസിയെ എല്ലാം നല്ല രീതിയിൽ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സോ അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഓട്ടോ പൈലറ്റ് മോഡിനെ? ഏത് രീതിയിൽ നമുക്ക് ആ ഓട്ടോ പൈലറ്റ് മോഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? എന്താ തോന്നുന്നേ? നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഓട്ടോ പൈലറ്റ് മോഡിനെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പേടിച്ചുപോയി. ഓക്കെ. അപ്പം ഈ പറയുന്ന ഓട്ടോ പൈലറ്റ് മോഡിനെ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലൂടെ മാനേജ് ചെയ്യും. അപ്പം എങ്ങനെയാണ് ഈ മൈൻഡ്ഫുൾനെസ്സിലൂടെ മാനേജ് ചെയ്യുക? നമ്മൾ ഒരു പെർട്ടിക്കുലർ പെർപ്പസോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അതിന് അറ്റൻഷൻ കൊടുക്കുക. അതിനാണ് എന്തെന്ന് പറയുന്നത്? അവയർനെസ് എന്ന് പറയുന്നത്. അവയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സ്കിൽസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ അവയർനെസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ പോവുകയാണ് എന്ന് നമ്മൾ അവെയർ ആയിരിക്കണം, അല്ലേ? എന്നാലേ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു കാര്യത്തിനെ കുറിച്ച് അവെയറേ അല്ല, എന്റെ ചുറ്റും എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എങ്കിൽ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ച് എനിക്ക് ബോധം ഉണ്ടായിരിക്കണം. ഞാൻ അത് അക്നോളജ് ചെയ്യണം. ഞാനിപ്പോ ഓട്ടോ പൈലറ്റ് മോഡിലാണ്, ഞാനിപ്പം ഡിസ്ട്രാക്റ്റഡ് ആണ്, പാസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചോ ആണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് മെന്റൽ സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ മെന്റൽ ബാഗേജസുകൾ ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട്, ഇതെല്ലാം എനിക്ക് റിമൂവ് ചെയ്യണം എന്നുള്ളൊരു ബോധം ഉണ്ടായാലല്ലേ നമുക്ക് തിരിച്ചതിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതായത് അത് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് അറിയണ്ടേ? ആ പ്രോബ്ലം അറിയുക എന്നുള്ളതാണ് അവയർനെസ് എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്കപ്പോൾ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഇവിടെ നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്? നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക, ആ ഒരു അവയർനെസ് കൊണ്ടുവന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മളുടെ ഫോക്കസ് എന്തിലാണോ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ആ
ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ ആ ടെൻഡൻസികളെ എല്ലാം നമ്മൾ ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ട് ആ പ്രോസസ്സിനെ നമ്മൾ നിർത്തിക്കൊണ്ട് തിരിച്ചെന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോൾ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അതായത് ഇപ്പം നമുക്ക് ഇപ്പം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, പ്രാക്ടീസ് ഓഫ് ബീങ് അവെയർ ഓഫ് പ്രസന്റ് മൊമെന്റ്, പ്രസന്റ് ഇൻ ദ മൊമെന്റ്. സോറി, അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു മൊമെന്റിനെ കുറിച്ച് അവെയർ ആയിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ അറ്റൻഷൻ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ക്രിറ്റിസിസമോ ജഡ്ജ്മെന്റോ ഇല്ലാതെ ആയിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത്. അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. അപ്പം അവെയർ ആയിരിക്കുക, അറ്റൻഷൻ ഉണ്ടായിരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ വിത്തൗട്ട് ജഡ്ജ്മെന്റ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അത് ഒരു തരത്തിൽ നമ്മളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ മോർ എഫിഷ്യൻ്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഫോക്കസ് എല്ലാം ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ട്രെയിനിങ് പ്രോസസ്സാണ് ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാം, നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്ങിനെ റെഡിയാക്കാൻ പറ്റും, അല്ലേ? അപ്പം ഇത് നമുക്ക് ഇപ്പം ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ഈ പറയുന്ന നമ്മളുടെ ബോഡിയെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ? നമുക്ക് അത്യാവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിക്കും, നമ്മൾ വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മളുടെ മൈൻഡിന് നമ്മൾ ആ ഒരു അറ്റൻഷൻ കൊടുക്കാറില്ല. നമ്മൾ ആ ഒരു അറ്റൻഷൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോയി നമ്മളുടെ ബോഡിയെ എത്രത്തോളം രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഹോം വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ എത്രത്തോളം നമ്മളുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, നമ്മുടെ മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ മൈൻഡ് ജിമ്മ് ചെയ്യുക, ആ മൈൻഡ് ജിമ്മാണ് ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതൊരു ഒറ്റടിക്ക് നടക്കുന്ന ഒരു പ്രോസസ് അല്ല. ചിലപ്പോൾ ആദ്യം ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതൊരു പ്രാക്ടീസ് കൊടുക്കുകയാണ്. ആ പ്രാക്ടീസിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഒരു മസിലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. എന്ത്, നമ്മുടെ ആ അവെയർ ആയിരിക്കുക എന്നുള്ള പറയുന്ന ആ ഒരു മസിലിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ്. ഒന്ന് ഫോർമൽ പ്രാക്ടീസ്, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, മെഡിറ്റേഷൻ, യോഗ, തായ്ചി, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൂടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർമൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എക്സസൈസ് എന്ന് പറയാൻ പറ്റില്ല, എക്സസൈസിന്റെ മൈൻഡ്ഫുൾ എന്താ പറയാ, മൈൻഡ്ഫുൾ സ്ട്രെച്ചസ് എന്നാണ് അതിന് പറയാം. ഓക്കെ, അതെല്ലാം എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഫോർമൽ പ്രാക്ടീസ് ആണ്. ദെൻ വരുന്നതാണ് ഇൻഫോർമൽ പ്രാക്ടീസ്. ആ ഇൻഫോർമൽ പ്രാക്ടീസിൽ എന്തൊക്കെയാ വരുന്നത്, നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നടക്കുന്നു, നിൽക്കുന്നു, കേൾക്കുന്നു, കഴിക്കുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നു, ഡ്രൈവ് ചെയ്യുന്നു, ഇതെല്ലാം എന്താണ്, ഈ പറയുന്ന ഇൻഫോർമൽ പ്രാക്ടീസ് ആണ്. ഡ്രൈവ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മൾ പറഞ്ഞല്ലോ, ഓട്ടോ പൈലറ്റ് മോഡെന്ന്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ആണ്. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കും, നമ്മളിങ്ങനെ ഓരോന്നും ശ്രദ്ധിച്ച് ബ്രേക്ക്, ക്ലച്ച്, ആക്സിലറേറ്റർ, ഹോണ്, ഇതെല്ലാം നമ്മൾ ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അതേസമയം കുറച്ച് നാൾ, ഒരു 1 month നമ്മൾ നല്ല പഠിച്ച് തെളിയാന്ന് നമ്മളതിന് പറയും. ആ തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഇതിനെ കുറിച്ചൊന്നും അവെയർ ആയിരിക്കില്ല. നമ്മൾ പിന്നെ വേറെ ചിന്തകൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം അതാണ് നമ്മളുടെ ആ ഫോക്കസ്ഡ് അറ്റൻഷനും മറ്റേ ഓട്ടോ പൈലറ്റ് മോഡും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്ന എന്താണ്, ഈ ഇൻഫോർമൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴും ഷേവ് ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാം ആ നമ്മളുടെ അറ്റൻഷൻ അതിലായിരിക്കുക ഫുള്ള്. നമ്മുടെ ബോഡി മൂവ്മെന്റ് എന്താണ്, ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന സെൻസേഷൻസ് എന്തൊക്കെയാണ്, ടച്ച്, സ്മെല്ല്, നമ്മൾ കാണുന്നത്, സൗണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യുക, വളരെയധികം ബിഗിനേഴ്സ് മൈൻഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫോർമൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അയ്യോ സ്ലൈഡ് വിട്ടുപോയി ഇതിനകത്തെല്ലാം. അപ്പം ഈ പറയുന്ന ഇൻഫോർമൽ പ്രാക്ടീസ് ആണെങ്കിലും
ഫോർമൽ പ്രാക്ടീസ് ആണെങ്കിലും നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന എന്താണ്? നമുക്ക് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ മൊമെന്റിൽ ജീവിക്കാൻ പറ്റും, ആങ്സൈറ്റി, ഓവർ തിങ്കിങ് ഇതെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മളുടെ തോട്ട്സിന്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഒരുപാട് തോട്ട്സുകൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആ തോട്ട്സിന്റെ എണ്ണങ്ങൾ നമുക്ക് പരിധിയിൽ കൂടുതൽ പോകാതെ നമുക്ക് ഒബ്സർവ് ചെയ്ത് നമ്മളിലേക്ക് തന്നെ പിന്നെ എന്താ നമ്മളെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ പറയാറുണ്ട് മൈൻഡ് പവർ എന്നല്ലേ. മൈൻഡ് പവർ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ, നമ്മൾ മൈൻഡിന് പവർ കൊടുക്കുന്നതും ഉണ്ട്, നമ്മളുടെ പവറിലൂടെ നമ്മൾക്ക് മൈൻഡിന് കൊടുക്കുന്ന പവർ ഉണ്ട്. മനസ്സിലായോ? അപ്പം അത് ഈ ഒബ്സർവേഷനിലൂടെയാണ് നടക്കുന്നത്. അതായത് നമ്മൾ വിചാരിക്കണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതല്ലാതെ മൈൻഡിന് തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്ത് അത് ചെയ്യല്ല. നമ്മൾ ആണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത്, നമ്മളാണ് കപ്പിത്താൻ, നമ്മളാണ് സെയിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം മൈൻഡിന് ആര് സെയിൽ ചെയ്യണം? നമ്മൾ സെയിൽ ചെയ്യണം. അതാണ് മൈൻഡിന് നമ്മൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവിടെ മൈൻഡിന് തോന്നിയ പോലെ ഈ പറയുന്ന ഓവർ തിങ്കിങ് ഉള്ള ഒരാളെ മൈൻഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ആ രീതിയിലായിരിക്കും അവിടെ വർക്ക് ചെയ്യുക അല്ലേ. അതേസമയം നമ്മൾ മൈൻഡിന് പവർ കൊടുക്കണം. ഞാൻ ഈ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആര് കൊടുക്കണം? അത് നമ്മൾ കൊടുക്കണം. നമ്മളുടെ കയ്യിലായിരിക്കണം എപ്പോഴും പവർ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മൈൻഡ്ഫുൾനെസ്സിൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പം നമുക്ക് ചെറിയൊരു പിന്നെ എക്സസൈസും കൂടെ, ചെറിയൊരു മെഡിറ്റേഷനും കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. അതിന് മുന്നേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കൊരു ഡൗട്ടും ഇല്ല? എല്ലാം മനസ്സിലായത് കൊണ്ടുള്ള ഡൗട്ടില്ലായ്കയാണോ അതോ ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടുള്ള ഡൗട്ടില്ലായ്കയാണോ? അതൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതിന് ഉത്തരവില്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു, ഞാനതൊന്ന് എടുത്തോട്ടെ, ചെറിയൊരു മൈൻഡ്ഫുൾനെസ് ചെയ്തിട്ട് ഒരു മൈൻഡ്ഫുൾ ബ്രീത്തിങ് ചെയ്തിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ്. സൗണ്ട് ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓഡിബിൾ ആണ്. ഓക്കെ, എന്റെ സൗണ്ടും മ്യൂസിക്കിന്റെ സൗണ്ടും ഓക്കെ ആണോ? അതെ അതെ. സോ എല്ലാരും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ നട്ടെല്ലുകൾ നിവർത്തി, നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്നാൽ മതി. കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. കാലുകൾ രണ്ടും നിലത്ത് തട്ടിച്ച്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ കണ്ണടയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് സാവധാനം ഇങ്ങനെ താഴേക്ക് നോക്കി സോഫ്റ്റ് ഗെയ്സ് എന്ന് പറയും. അതായത് മുസ്ലിംസിന് അറിയായിരിക്കും, നമസ്കരിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ആ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മളുടെ കണ്ണുകൾ താഴേക്ക് ആക്കി നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കാം, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം എല്ലാരും സ്വസ്ഥമായിട്ട് ഇരിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് സാവധാനം നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. Take a slow deep breath in, breathe out. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുത്ത്
പുറത്തേക്ക് വിടുക. ശ്വാസത്തിൽ മാത്രമായിരിക്കുക ശ്രദ്ധ. ഒരു പക്ഷെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഇൻ ബിറ്റ്വീൻ വന്നേക്കാം. ബട്ട് ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ. എന്നിട്ട് നമ്മുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. Take a slow, deep breath in. Breathe out. Again, take a slow, deep breath in. Breathe out. നിങ്ങൾ ഓരോ തവണ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുന്തോറും നിങ്ങളുടെ ശരീരം കംപ്ലീറ്റ് ആയിട്ടും റിലാക്സ്ഡ് സ്റ്റേറ്റിലാവുകയാണ്. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വായു നിങ്ങളുടെ മൂക്കിലൂടെ ഉള്ളിലേക്കെടുത്ത് അത് ശ്വാസനാളത്തിലൂടെ നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നു. പിന്നെയും അത് ശ്വാസനാളത്തിൽ നിന്നും അത് പുറത്തേക്ക് വായയിലൂടെ അല്ലെങ്കിൽ മൂക്കിലൂടെ പുറത്തേക്ക് വരും. ഓരോ തവണ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റും നിങ്ങളുടെ വയറും ഉയരുകയും താഴുകയും ചെയ്യുന്നു. നിങ്ങളുടെ 2 കൈകളും നിങ്ങളുടെ ചെസ്റ്റിലും വയറിലുമായി വെക്കുക. വലത് കൈ ചെസ്റ്റിലും ഇടത് കൈ വയറിലുമായി വെച്ച് ആ മൂവ്മെന്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ശ്വാസം നിങ്ങൾ വയറ് ഫില്ല് ചെയ്ത് എടുക്കുക. എന്നിട്ട് സാവധാനം പുറത്തേക്ക് വിടുക. ശ്വാസത്തിൽ മാത്രമായിരിക്കുക നിങ്ങളുടെ ശ്രദ്ധ. നിങ്ങൾ ഓരോ തവണ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും ആ ശ്വാസത്തിന്റെ അല്ലെങ്കിൽ ആ വായുവിന്റെ ടെമ്പറേച്ചർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ എന്താണ് ടെമ്പറേച്ചർ? പുറത്തേക്ക് വിടുമ്പോൾ എന്താണ് ടെമ്പറേച്ചർ? ഇളം ചൂടാണോ തണുപ്പാണോ? ഒന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ഓരോ തവണ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം, നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിന്റെ വ്യത്യാസം, ഇതെല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം തണുക്കുന്നതായും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം ചൂടാവുന്നതായും വളരെയധികം കീനായിട്ട് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. സാവധാനം ഈ നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് തിരിച്ചു വരിക. നമ്മുടെ ചുറ്റും ഒബ്സർവ് ചെയ്യുക. എന്ത് സൗണ്ടാണ് കേൾക്കുന്നത്?
എന്ത് സ്മെല്ലാണ് വരുന്നത്? പതിയെ നിങ്ങളുടെ കൈവിരലുകളും കാൽവിരലുകളും ഒന്ന് അനക്കി അതൊന്ന് ഫീൽ ചെയ്യുക. എന്നിട്ട് പതിയെ നിങ്ങളുടെ 2 കൈകളും റബ്ബ് ചെയ്ത് ആ ചൂടിനെ നിങ്ങളുടെ മുഖത്തേക്ക് കൊണ്ടുവരിക. പതിയെ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്. എന്ത് ഫീൽ ചെയ്തു? കാമിങ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു മാം. ഓക്കെ, താങ്ക് യു. അപ്പം ഇന്നത്തെ സെഷൻ ഇത്രയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നിങ്ങൾക്കൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ അതിന് സമയം കിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു ഇതുമില്ല. കാര്യം നമ്മൾ ഈ ചുമ്മാതിരിക്കുമ്പോഴും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യും. ചുമ്മാതെ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഡിഷ് വാഷ് ചെയ്യുന്നു സപ്പോസ്, അപ്പം ആ വെള്ളം വീഴുന്നത്, നമ്മളത് വാഷ് ചെയ്യുമ്പം അത് ക്ലീൻ ആകുന്നത് എല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ കറിയിലെ ഉപ്പ് നോക്കുമ്പോൾ നമ്മൾ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക, ആ കറി തിളയ്ക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പം അത് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ ജീവിത ശൈലിയായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഈ ഒരു പ്രോസസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ. ഇതിനകത്ത് ആദ്യമായിട്ട് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഓൾറെഡി മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് അറിയാവുന്ന ഒരു ഹാൻഡ് റൈസ് ചെയ്യും. അതാ നല്ലത്. ആബിദയ്ക്ക് അറിയാം. ഓക്കെ ഓക്കെ, അപ്പോ ഓക്കെ, സഫ മർവ ലാസ്റ്റ് ഇയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആർക്കും ഒരു ഡൗട്ടും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, ബൈ. ലിങ്ക് അയക്കല്ലേ? ലാസ്റ്റിലാണ് കയറിയതുകൊണ്ട് കംപ്ലീറ്റ് കേൾക്കാൻ പറ്റിയിട്ടില്ല. റെക്കോർഡിംഗ് അയക്കല്ലേ? റെക്കോർഡഡ് അയക്കും. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം.